തമിഴ് നടൻ ആർ പാർത്ഥിബന്റെ അധിക്ഷേപ പരാമർശത്തിനെതിരെ രംഗത്തെത്തിയിരിക്കുകയാണ് നടി തൃഷ. പിന്നാലെ ഖേദം പ്രകടിപ്പിച്ച് നടനും സംവിധായകനുമായ പാർത്ഥിബനും എത്തി. ഒരു അവാർഡ് വിതരണ ചടങ്ങിനിടെയാണ് മണിരത്നം ചിത്രം പൊന്നിയിൻ സെൽവനിൽ തൃഷ അവതരിപ്പിച്ച കഥാപാത്രത്തിന്റെ പേര് പറഞ്ഞ് അധിക്ഷേപ സ്വഭാവമുള്ള പരാമർശം നടൻ നടത്തിയത്. പൊന്നിയിൻ സെൽവനിലുള്ള തൃഷയുടെ ചിത്രം വേദിയിൽ കാണിച്ച ശേഷം കുന്തവിയെക്കുറിച്ച് എന്താണ് പറയാനുള്ളതെന്ന് ചോദിച്ചിരുന്നു. പിന്നാലെയാണ് പാർത്ഥിബന്റെ വിവാദ പരാമർശം. കുന്തവിയെ കുറച്ച് ദിവസത്തേക്ക് വീട്ടിലിരുത്തണം, അതാണ് നല്ലത്, അവരെ പുറത്തുവിടരുത് എന്നായിരുന്നു പാർത്ഥിബന്റെ പരാമർശം. പൊന്നിയിൻ സെൽവൻ എന്ന ചിത്രത്തിൽ കുന്തവി എന്ന കഥാപാത്രത്തെയായിരുന്നു തൃഷ അവതരിപ്പിച്ചത്. ചിന്ന പഴുവേട്ടരയൻ എന്ന കഥാപാത്രമായി പാർത്ഥിബനും ചിത്രത്തിൽ വേഷമിട്ടിരുന്നു. അതേസമയം അറിവില്ലായ്മയിൽ നിന്ന് വരുന്ന ക്രൂരമായ വാക്കുകൾ ലക്ഷ്യമിടുന്ന വ്യക്തിയേക്കാൾ പ്രസ്താവന നടത്തുന്നവരെ വ്യക്തിത്വത്തെയാണ് വെളിപ്പെടുത്തുകയെന്നാണ് തൃഷ പ്രതികരിച്ചിരുന്നത്. പിന്നാലെയാണ് പാർത്ഥിബൻ ഖേദം പ്രകടിപ്പിച്ചെത്തുന്നതും. സഹായി വഴി ഒരു വ്യക്തിയിൽ നിന്നും ലഭിച്ച അഭ്യർത്ഥനയെ തുടർന്ന് ഒരു പരിപാടിയിൽ തൻ്റെ പേരും ചിത്രവും അവസാന നിമിഷം ഉൾപ്പെടുത്തിയതായി സംഘാടകരിൽ നിന്നും അറിയാൻ സാധിച്ചുവെന്നും മൈക്രോഫോൺ ഒരു പരാമർശത്തെ ഭൗതികമോ ഹാസ്യാത്മകമോ ആക്കില്ല, വിഡ്ഢിത്തം ഉറക്കെ കേൾപ്പിക്കുക മാത്രമാണ് അത് ചെയ്യുന്നത്. അറിവില്ലായ്മയിൽ നിന്നുണ്ടാവുന്ന ക്രൂരമായ വാക്കുകൾ ആരെ ലക്ഷ്യം വെക്കുന്നോ അവരെക്കാൾ സംസാരിക്കുന്ന വ്യക്തിയെയാണ് വെളിപ്പെടുത്തുന്നത് എന്നായിരുന്നു തൃഷയുടെ പ്രതികരണം. അടുത്തിടെ വിവാഹമോചന വാർത്തകളുമായി ബന്ധപ്പെട്ട് TVKയുടെ പരിപാടിയിൽ വിജയ് നടത്തിയ പ്രസംഗത്തെയും പാർത്ഥിബൻ വിമർശിച്ചിരുന്നു. എന്നാൽ തനിക്കെതിരായി പുറത്തു വരുന്ന വാർത്തകളിൽ വലിയ കാര്യമൊന്നുമില്ലെന്നായിരുന്നു വിജയുടെ പരോക്ഷ പ്രതികരണം. എന്നാൽ അതിൽ കാര്യമുണ്ട്. കാരണം സ്ത്രീ മറ്റൊരു ഭൂമിയാണ്. നാം ഭൂമിയെ ദേവി എന്നാണ് വിളിക്കുന്നത്, ഭൂമിയെ പുരുഷനാമത്തിൽ വിളിക്കുന്നില്ല. ആരായിരുന്നാലും അവൻ സ്ത്രീയിൽ നിന്നാണ് ജനിക്കുന്നത്. ശിവന്റെ ശക്തി പോലും ഒരു സ്ത്രീയാണ് എന്നായിരുന്നു പാർത്ഥിബന്റെ വനിതാ ദിന പോസ്റ്റ് തന്നെ. വിവാഹമോചന വാർത്തകൾക്കിടയിലും വിജയും തൃഷയും പൊതുവേദികളിൽ ഒരുമിച്ചെത്തുന്നതും വലിയ വിമർശനങ്ങൾക്കും ചർച്ചകൾക്കും വഴിവെച്ചിരുന്നു. ത്രില്ലർ ചിത്രങ്ങളിലൂടെ ഹിറ്റ് മേക്കറായ സംവിധായകൻ ജീത്തു ജോസഫിന്റെ അസിസ്റ്റന്റ് ആയിരുന്ന സുമേഷ് നന്ദകുമാർ സംവിധാനം ചെയ്ത റോസ്ലിൻ എന്ന സീരീസാണ് പ്രേക്ഷകരെ ആവേശം കൊള്ളിക്കുന്നത്. മികച്ചൊരു സൈക്കോളജിക്കൽ ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലറാണ് ചിത്രമെന്നാണ് സീരീസ് കണ്ടവർ പറയുന്നത്. ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ പുറത്തിറങ്ങിയ ചിത്രത്തിന് വൻ സ്വീകാര്യതയാണ് ലഭിക്കുന്നത്. അനാവശ്യമായ ബഹളങ്ങളോ ജംപ് സ്കെയറുകളോ ഇല്ലാതെ പ്രേക്ഷകരുടെ ഉള്ളിൽ ഭയവും ആകാംക്ഷയും നിറയ്ക്കുന്ന വ്യത്യസ്തമായ മേക്കിംഗ് ആണ് ചിത്രത്തിന്റെ ഒരു പ്രത്യേകത എന്ന് എടുത്തു പറയേണ്ടി വരും. ഒരു പെൺകുട്ടിയുടെ ഭയത്തെയും അവളുടെ ചുറ്റുമുള്ള അജ്ഞാത സാന്നിധ്യത്തെയുമാണ് സീരീസിൽ ഉടനീളം ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പ്രേക്ഷകരെ കഥയുടെ ഭാഗമാക്കാൻ തികച്ചും റിയലിസ്റ്റിക് ആയ തലത്തിലാണ് സീരീസ് ഉള്ളത്. 18ാം വയസ്സിലേക്ക് കടക്കുന്ന റോസ്ലിൻ എന്ന പെൺകുട്ടിയുടെ മാനസിക സംഘർഷങ്ങളിലൂടെയാണ് കഥയുടെ തുടക്കം ആരംഭിക്കുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് തന്നെ രക്ഷിക്കാനുള്ള ശ്രമത്തിനിടെ മുങ്ങി മരിച്ച സഹോദരന്റെ ഓർമ്മകൾ റോസ്ലിനെ വിടാതെ പിന്തുടരുന്നുമുണ്ട്. ഈ ട്രോമയുടെ നടുവിലേക്കാണ് പച്ച കണ്ണുകളുള്ള ഒരു അപരിചിതൻ അവളുടെ സ്വപ്നങ്ങളിൽ സ്ഥിരമായി പ്രത്യക്ഷപ്പെടുന്നത്. വെറും സ്വപ്നമായിരുന്ന ആ രൂപം ഒടുവിൽ റോസ്ലിന്റെ വീട്ടിൽ ഒരു പേയിങ് ഗസ്റ്റായി അവതരിക്കുന്നതോടെ കഥയുടെ ഗതി തന്നെ മാറുകയാണ്. യുവതാരം സഞ്ജന ദിബുവിന്റെ മികച്ച പ്രകടനമാണ് സീരീസിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. മൂത്തോൻ എന്ന ചിത്രത്തിന് ശേഷം സഞ്ജനയ്ക്ക് ലഭിച്ച വ്യത്യസ്തമായ ഈ കഥാപാത്രത്തെ അവർ ഭംഗിയായി തന്നെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. നിഗൂഢത നിറഞ്ഞ ജെറി എന്ന കഥാപാത്രമായി ഹക്കീം ഷാജഹാൻ മികച്ച പ്രകടനമാണ് കാഴ്ചവെക്കുന്നത്. വിനീത്, മീന എന്നിവരാണ് റോസ്ലിന്റെ മാതാപിതാക്കളായി എത്തുന്നത്. ക്ലൈമാക്സിലെ അപ്രതീക്ഷിത ട്വിസ്റ്റ് ഈ സീരീസിനെ ഒരു മസ്റ്റ് വാച്ച് ആക്കി മാറ്റുകയാണ്.